രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്ക് പോകാം. അവിടെ AK സ്റ്റെഫിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ആഭ്യന്തരം ഉറപ്പിച്ചു ചെന്നിത്തല. ഇനി ചെന്നിത്തലയുടെ കൂടെയുള്ളവർക്ക് മന്ത്രിസ്ഥാനം ഉണ്ടാകുമോ? അതിൽ ആരൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തും? അവരുടെ വകുപ്പുകൾ എന്തായിരിക്കും? ഈ ചർച്ചകളാണ് ഇപ്പോൾ ആ ക്യാമ്പിൽ നടക്കുന്നത്. പ്രതീക്ഷകൾ എങ്ങനെയാണ് സ്റ്റെഫിൻ? തിരക്കിട്ട ചർച്ചകൾ ഏതായാലും RC ക്യാമ്പിലും പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ തന്നെ ജ്യോതികുമാർ ചാമക്കാലയും അൻവർ സാദത്തും അടക്കമുള്ള നേതാക്കൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ വീട്ടിനകത്ത് തന്നെയാണ് ഉള്ളത്. ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല. അവിടെ നിന്നും ആണ് ഇറങ്ങി ഇപ്പോൾ ഏതായാലും ആഭ്യന്തര വകുപ്പ് ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഉപാധികൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം തന്നോടൊപ്പം നിൽക്കുന്ന നേതാക്കൾ. അതിൽ ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ ആർക്കെങ്കിലും ഒരു മന്ത്രിസ്ഥാനമാണ്. എന്നാൽ ഇതുവരെയും അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അൻവർ സാദത്തിനെ മന്ത്രിയാക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിം ലീഗിന്റെ കളമശ്ശേരി MLA ആയിട്ടുള്ള ഗഫൂർ അങ്ങനെ ഒരു സാമുദായിക ഇക്വേഷൻ ആ ജില്ലയുമായി ബന്ധപ്പെട്ട് തെറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതൊക്കെ പരിഗണിച്ച ശേഷം മാത്രമേ ആ ഒരു തീരുമാനത്തിലേക്ക് ഏതായാലും എത്തുകയുള്ളൂ. IC ബാലകൃഷ്ണൻ മറ്റൊന്ന് ഉയർന്നു കേൾക്കുന്ന പേരാണ്. അദ്ദേഹം ഇന്നലെ പലതവണ ഇവിടെ എത്തി രമേശ് ചെന്നിത്തലയെ കണ്ടിരുന്നു. ഒപ്പം തന്നെ മറ്റ് നേതാക്കളെയും എല്ലാം തന്നെ കാണുകയും ചെയ്തിരുന്നു. IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കുകയാണെങ്കിൽ T സിദ്ദിഖ് വയനാട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന മറ്റൊരു പേരാണ്. അദ്ദേഹത്തിന്റെ പരിഗണിക്കുന്ന ഒരവസ്ഥ കുറയും. മറ്റൊന്ന് ജ്യോതികുമാർ ചാമക്കാല ആദ്യമായിട്ടാണ് ജനപ്രതിനിധിയാകുന്നത്. കൊല്ലത്തു നിന്നുള്ള അംഗമാണ്, പത്തനാപുരത്ത് നിന്നുള്ള അംഗമാണ്. ഇപ്പോൾ തന്നെ അവിടെ 3 മന്ത്രിമാർ, മറ്റ് ഘടകകക്ഷികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും അവിടെ 3 മന്ത്രിമാർ എന്ന രീതിയിൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഉണ്ട്. ബിന്ദു കൃഷ്ണയും ഒപ്പം തന്നെ PC വിഷ്ണുനാഥും മറ്റൊരു മന്ത്രി കൊല്ലത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതും വലിയ ആകാംക്ഷയാണ്. ഏതായാലും തിരക്കിട്ട ചർച്ചകൾ എല്ലായിടത്തും പുരോഗമിക്കുകയാണ്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും വലിയ മാരത്തൺ ചർച്ചകൾക്ക് തന്നെയാണ് കോൺഗ്രസ് സാക്ഷ്യം വഹിക്കുന്നത്. കന്റോൺമെന്റ് ഹൗസും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ വസതിയും KPC ആസ്ഥാനവും എല്ലാം വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപക്ഷെ കുറേ നേരം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് KPC ആസ്ഥാനത്തേക്ക് ആ ചർച്ചകൾ ഒന്ന് മാറാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ നേതാക്കന്മാർ ഒന്നുകൂടി കൂടിയിരുന്ന് ആലോചിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ മെനഞ്ഞാന്നും ഇവിടെ വന്നിരുന്നു, ഇന്നലെയും ഇവിടെ വന്നിരുന്നു. രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇനി എന്ത് പരിഹാര ഫോർമുലകൾ കോൺഗ്രസിനകത്ത് ഉരുത്തിരിഞ്ഞു വരുമെന്നുള്ളതാണ് അറിയേണ്ടത്.